പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു. വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം അതിന് 8 മുതലുള്ള വാക്യങ്ങൾ. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവയെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെയും നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെ പേർ ചൊല്ലി വിളിച്ചിട്ട് ദൈവം തമ്പുരാൻ പറയുക, നീ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ. ഇന്ന് രാവിലെ കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത് മറന്നു പോകരുത്. ഇവിടെ പറയുക, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഹല്ലേലൂയ എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവയെ നീ ഭയപ്പെടേണ്ട. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ 365 ദിവസവും നമ്മോട് ഭയപ്പെടേണ്ട എന്ന ഹല്ലേലൂയ വാറ്റത്തെ വചനങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് ഈ ബൈബിളിൽ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. 365 ഓരോ ദിവസവും ഓരോ പ്രാവശ്യമെങ്കിലും ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. നമ്മോട് കൂടെയുള്ളവൻ ആരാ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാ? ദൈവത്തിന് സ്തോത്രം. നമ്മെ കരുതുന്നവൻ, നമ്മെ അറിയുന്നവന്, നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ആ തമ്പുരാൻ പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത്ര നല്ല വാറ്റത്തം നൽകി ഹല്ലേലൂയ ഒരേ ഒരുവനേ ഉള്ളൂ. അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം തമ്പുരാൻ. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദൂതൻ മറിയുടെ അടുക്കൽ വന്ന് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, അവന് ഇമ്മാനുവേൽ എന്ന ഒരു മകൻ ജനിക്കും. അവന് ദൈവത്തിന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. ജനനത്തിന് മുമ്പേ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂടെ ആരുണ്ട് പ്രിയമുള്ളവരെ? നമ്മൾ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലായിരിക്കുന്ന ഇടങ്ങളിൽ, സാഹചര്യങ്ങളിൽ നമുക്കൊരു ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, ഞാൻ ആയിരിക്കുന്ന മേഖലകളിൽ, പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നെ കരുതുന്ന, എൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, രോഗത്തിൻ്റെ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവസന്നിധിയിൽ ഹാലി എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവ് എന്നെ വിടുവിപ്പാൻ, എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകി തരുവാൻ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരുവാൻ ഹല്ലേലൂയ കഴിയുന്നവൻ എൻ്റെ കൂടെയുണ്ടെന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോന്നിട്ട് പറയുകയാണ്, നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന. ദൈവത്തിന് സ്തോത്രം. നീതിയുള്ള വലം കൈ നമ്മെ താങ്ങുന്ന ഒരു കരമുണ്ട്. നമ്മൾ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലായിരിക്കുന്ന മേഖലകളിൽ, സാഹചര്യങ്ങളിൽ നമ്മെ താങ്ങുന്ന ഒരു വലിയ കരമുണ്ട്. അത് നമ്മുടെ കർത്താവിൻ്റെ കരമാണെന്ന് ഇന്ന് രാവിലെ സമയം നാം മറന്നു പോകരുത്. നീ എൻ്റെ ദൈവമായാലും ഞാൻ നിൻ്റെ ദൈവമാകുന്ന ദൈവത്തിന് സ്തോത്രം. ഇത്ര ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ, ഇത്ര ഹല്ലേലൂയ ഓരോ ദൈവത്തിന് മാറ്റത്തെ നൽകി തരുന്ന ഹല്ലേലൂയ മറ്റാരുണ്ട് പ്രിയമുള്ളവരെ? ദൈവം പറയുക, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ച് നോക്കേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നു, ഭ്രമിച്ച് നോക്കേണ്ട. ഹല്ലേലൂയ. ഭ്രമിച്ച് ഭാരപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ കൂടെയുള്ളവൻ ആരാ? ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ ഒരു വചനം ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് 39 ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2-ാം വാക്യമാ, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായെന്ന. ദൈവത്തിന് സ്തോത്രം. മിസ്രൈം
യജമാനിൻ്റെ വീട്ടിൽ താമസിച്ചു. നമുക്കറിയാം പോത്തിഫേറിൻ്റെ ഭവനത്തിൽ അവിടെ താമസിക്കുമ്പോഴും ആര് ദൈവം തമ്പുരാൻ യോസഫിൻ്റെ കൂടെയുണ്ട്. അവന് പൊട്ടക്കിണറ്, ഹല്ലേലൂയ, അടിമച്ചന്ത, പോത്തിഫേറിൻ്റെ ഭവനം, കാരാഗ്രഹം ഒക്കെ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ഇത്രയും പ്രതിസന്ധികളും കഷ്ടങ്ങളും വേദനകളും യോസഫിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോസഫ് ആരായിത്തീർന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ മിസ്രൈം രാജ്യത്തിൻ്റെ രണ്ടാമനായി ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ അധികാരവും യോസഫിന് ലഭിച്ചതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം, അവൻ്റെ മേൽ കിടന്ന വാഗ്ദത്തങ്ങൾ വലുതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ യോസഫിനോട് കൂടി ആരുണ്ടായിരുന്നു? ദൈവം തമ്പുരാൻ ഉണ്ടായിരുന്നു. അവൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ, അനേക വേദനകളിൽ കൂടി, കഷ്ടങ്ങളിൽ കൂടി, പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയെങ്കിലും യോസഫിനോട് കൂടി ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു എന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളോട് കൂടെ ആരുണ്ട് പ്രിയമുള്ളവരെ? പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഭാരങ്ങളും ജീവിതത്തിന് നേരെ കടന്നു വന്നാലും ദൈവം ഭാരപ്പെടേണ്ടിയ കാര്യമില്ല. എന്നോട് കൂടെ എൻ്റെ തമ്പുരാനുണ്ടെന്നൊരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത് ഇങ്ങനെ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തു. നമ്മെ തിരഞ്ഞെടുത്തവൻ, നമ്മെ കണ്ടവൻ, നമ്മെ ഹല്ലേലൂയ പേർ ചൊല്ലി വിളിച്ച ഒരേ ഒരുവനുണ്ട്. അത് നമ്മുടെ കർത്താവ്. നമ്മളെ പേർ ചൊല്ലി അവൻ വിളിച്ചിരിക്കുന്നെന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഇവിടെ പറയുന്നു. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ച് ചേർക്കുക. അപ്പം നമ്മളെ പേർ ചൊല്ലി വിളിച്ച് ദൈവം തമ്പുരാൻ നമ്മളെ ചേർത്തതാ. പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ, നമ്മെ തിരഞ്ഞെടുത്തവൻ, നമ്മളെ നിരസിച്ച് കളയാതെ ദൈവത്തിന് സ്തോത്രം, നമ്മോട് കൂടെയുള്ള നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് പ്രിയമുള്ളവരെ നമ്മളായിരിക്കുന്നത്. ആ കർത്താവിൻ്റെ പാദപീഠത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക. ഇവിടെ 43-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ, അവിടെയും യാക്കോബിനുള്ള ബന്ധത്തിലാണ് പറയുന്നത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. ധൈര്യത്തോട് നമുക്ക് പറയുവാൻ കഴിയട്ടെ, എൻ്റെ കർത്താവിനെ, ഹല്ലേലൂയ, കർത്താവിനുള്ളവനാ ഞാൻ, കർത്താവിനുള്ളവനാ. എന്നെ പേർ ചൊല്ലി അവൻ വിളിച്ചിരിക്കുക. എൻ്റെ കർത്താവ് എന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക. അവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കത്തില്ലെന്ന്. എത്ര വചനമാ പ്രിയമുള്ളവരെ. നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധികൾ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും, ദൈവത്തിന് സ്തോത്രം, വെള്ളത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നാൽ അത് നമ്മളെ മുക്കിക്കളയത്തില്ലെന്ന്. പെരുവെള്ളങ്ങൾക്ക് നമ്മളെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല. അഗ്നിജാലയ്ക്ക് നമ്മെ ദഹിപ്പിച്ച് കളയുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മെ പേർ ചൊല്ലി വിളിച്ച ഒരുവനുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മൾ മറന്നു പോകരുത്. ഏത് പ്രതിസന്ധിയിൽ കടന്നു പോയാലും, ഏത് രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോയാലും നമ്മെ വെടിവെപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവനെ നാം ആരാധിക്കുന്നത് മറക്കല്ലേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടാണ്ടെന്ന് പറഞ്ഞവൻ നമ്മോട് കൂടെയുണ്ട്. ഭയത്തിൻ്റെ, ഹല്ലേലൂയ, ഭയത്തിൻ്റെതാകുന്ന പലപ്പോഴും ചിന്തകൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് സാത്താൻ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കും. എന്നാൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ നമ്മോട് കൂടെയുണ്ട്. ഏത് പ്രതിസന്ധികളിലും ഭയപ്പെടാതെ ധൈര്യത്തോട് മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഈ വചനത്തിന് മുമ്പാകെ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, നല്ല വചനം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ ഞങ്ങളോട് കൂടെയുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ സ്നേഹിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടെങ്കിൽ ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.